വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ കോഴിക്കോട് DCC പ്രസിഡന്റ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നതിലേക്ക്. പോലീസ് കേസെടുക്കുന്നില്ല. ഇന്ന് തെളിയണമെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് കാസിം നിരപരാധിയാണെന്ന് ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ ഇത് പ്രചരിപ്പിച്ച KK ലതിക MLA ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാവണം. ഞാൻ ചോദിക്കട്ടെ, ഈ KK ലതികയെ മാത്രമല്ല, KK ലതികയെ ഇത് പ്രചരിപ്പിച്ച ഗ്രൂപ്പിന്റെ അഡ്മിൻകാരെ പോലീസ് അറസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ട് അതിന് ചങ്കൂറ്റമുണ്ടോ പോലീസിന്? അത് അറസ്റ്റ് ചെയ്യുന്നതുവരെ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ ചോദിക്കട്ടെ, KK ലതികയല്ലേ പ്രചരിപ്പിച്ച് ഇപ്പോഴും കിടക്കുന്നല്ലോ KK ഫേസ്ബുക്ക് പേജിൽ നോക്കൂ നിങ്ങൾ. ഇത് വ്യാജമാണെന്ന് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ പോലീസ് നൽകിയ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. കാരണം ഇത് പ്രചരിപ്പിച്ചതിന് മുമ്പിൽ നിൽക്കുന്ന ഒന്ന് KK ലതികയാണ്. KK ലതിക എന്ന് മാത്രമല്ല, KK ലതികയും ഇത് പ്രചരിപ്പിച്ചവരെയും ഇത് പ്രചരിപ്പിച്ച ഗ്രൂപ്പിന്റെ അഡ്മിനുകളെയും അറസ്റ്റ് ചെയ്യണം. വ്യാജമാണ് അല്ല, മുഹമ്മദ് കാസിമിന്റെ ഫേസ്ബുക്ക് പേജിലല്ല മുഹമ്മദ് കാസിം നിരപരാധിയാണെന്നാണ് പോലീസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആരാണ്? അതുകൊണ്ട് ഇത് പ്രചരിപ്പിച്ചവരാണ് ഇതിന്റെ പുറകിലുള്ളത്. ജില്ലാ സെക്രട്ടറി പറയുന്നത് പോരാളി ഷാജിമാരൊക്കെ അവർ തള്ളി പറഞ്ഞു കഴിഞ്ഞു. പോരാളി ഷാജി CPMന്റെ ഹാൻഡിലുകളല്ല എന്ന രീതിയിൽ നേരത്തെ തന്നെ. എങ്കിൽ ആ ഗ്രൂപ്പിന്റെ അഡ്മിനെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ. എത്ര നികൃഷ്ടമായ പ്രചരണങ്ങൾ നടന്ന ഗ്രൂപ്പാണിത്. KK ലതികയെ ആസ്ഥാന വിധവ എന്ന് വിശേഷിപ്പിച്ച ഗ്രൂപ്പാണ് KK രമയെ ആസ്ഥാന വിധവ എന്ന് വിശേഷിപ്പിച്ചു KK രമയെ ഈ ഗ്രൂപ്പിൽ. എന്നിട്ട് കേസെടുത്തോ? ഇത്തരം വ്യാജ പ്രചരണങ്ങളും വർഗീയ ധ്രുവീകരണം നടത്തുന്നതും നികൃഷ്ടമായ പ്രചരണം നടത്തുന്ന ഗ്രൂപ്പിന്റെ അഡ്മിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ധൈര്യമുണ്ടോ? KK ലതികയുടെ പേജിനെ ഇന്ന് വരെ CPM തള്ളി പറഞ്ഞിട്ടില്ല. ദീപ നിഷാദിന്റെ പേജിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഗണേശൻ മാസ്റ്റർ പേര് തള്ളി പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ ഇത് പ്രചരിപ്പിച്ചവരാണ്. അന്നേ ഞങ്ങൾ പറഞ്ഞു യാഥാർത്ഥ്യം വന്നിട്ട് പ്രചരിക്കാവൂന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഈ സാഹചര്യത്തിൽ അതായത് മുഹമ്മദ് കാസിമിന്റെ അല്ല ഇതിന് ഉത്തരവാദി എന്ന് തെളിഞ്ഞ സാഹചര്യത്തിലും പോലീസ് റിപ്പോർട്ട് സാഹചര്യത്തിലും ഇത് പ്രചരിപ്പിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യണം. അതിലൊന്നാമത് അറസ്റ്റ് ചെയ്യേണ്ടത് KK ലതികയാണ്. പിന്നീട് പ്രചരിപ്പിച്ചവരെയും അതിനുശേഷം ഇത് പ്രചരിപ്പിച്ച ഗ്രൂപ്പുകൾ അഡ്മിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. അതെ, കാരണം ഇത് ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു കാസിം നിരപരാധിയാണെന്ന് റിപ്പോർട്ട് നൽകാൻ. ഇത് കാണിക്കുന്നത് പോലീസിന്റെ നിഷ്ക്രിയത്വമാണ്. ഞാൻ പറയുന്നു, ഇപ്പോഴെങ്കിലും പോലീസ് ഈ നടപടിയുടെ വെളിച്ചത്തിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ ആദ്യത്തെ വഴി ഇവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലാണ്. പോലീസ് CPMന്റെ പോഷക സംഘടന പ്രവർത്തിക്കുന്നത് വളരെ ലജ്ജാകരമാണ്. കേരളത്തിലെ പോലീസിന് അപമാനക രീതിയിലാണ് പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, KK ലതികയാണ് ഇത് പ്രചരിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇത് മുഹമ്മദ് കാസിം അല്ല, മുഹമ്മദ് കാസിം നിരപരാധിയാണെന്ന് പോലീസ് ഹൈക്കോടതി റിപ്പോർട്ടിന്റെ സാഹചര്യത്തിൽ ഇത് തെളിയണമെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് KK ലതികയെ, പിന്നീട് പ്രചരിപ്പിച്ചവരെ, പിന്നീട് പ്രചരിപ്പിച്ച ഗ്രൂപ്പുകൾ അഡ്മിൻകാരെ അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ തീർച്ചയായും യഥാർത്ഥ പ്രതികൾ കിട്ടും. അല്ല, പ്രചരിപ്പിച്ചവരാണ് പിന്നിൽ. അതാരാണെന്ന് ഇവർ കഷത്തിരിക്കും. അത് അന്വേഷിക്കേണ്ടത് പോലീസാണ്. ഏതായാലും പ്രചരിപ്പിച്ചവർ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. അത് തെളിയണമെങ്കിൽ ഇവർ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥ ആളുകളെ കൊണ്ടുവരുന്നത് അടുത്ത ഞങ്ങളുടെ പോരാട്ടം പോലീസ് ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രത്യേക ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള ഹർജിയുമായി ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകും. ഈ കേസിലേക്കാൻ ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ തോൽക്കും അല്ലെങ്കിൽ വിജയിക്കും. തീർച്ചയായിട്ടും ഇത് അപകടകരമായ ഈ പ്രചരണം നടത്തിയ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ സമൂഹം കൊണ്ടുവരുന്ന പോരാട്ടവുമായി കോൺഗ്രസും UDF മുന്നോട്ട് പോകും. അടുത്തത്, ഇതിൽ കൃത്യമായി നടന്ന നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രത്യേക ഏജൻസിയെ വെച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി സമീപിക്കും. നിഷ്പക്ഷ അന്വേഷണം വേണം. അല്ല, അത് നിഷ്പക്ഷമായിരിക്കണം. എന്ന് വന്നാൽ അത് ഹൈക്കോടതി തീരുമാനിക്കട്ടെ. ഞങ്ങൾ പോലീസ് ഇതിൽ ഇനിയും നിഷ്ക്രിയത്വം കാണിച്ചാൽ ഈ ഹർജിയുമായി ഞങ്ങൾ ഹൈക്കോടതി സമീപിക്കും.